പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലക്സ എന്ന അണുബോംബ് എന്ന ഒരു ശീർഷകത്തിൽ നമ്മളൊരു ക്ലാസ് കേട്ടിരുന്നു. എങ്ങനെയാണ് ഇനി 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞെന്നും ഒരു 3ആം ലോകമഹായുദ്ധത്തെ ലോകം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അതേത് നിമിഷവും സംഭവിക്കാമെന്നും റഷ്യയൊക്കെ ആണവയുദ്ധത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ നിരവധിയായ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ യുദ്ധത്തെക്കുറിച്ച് കേൾക്കും, അവയെക്കുറിച്ചുള്ള കിംവദന്തികളും എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ലോകത്ത് യുദ്ധത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ പ്രശ്നങ്ങൾ, ഉക്രൈൻ്റെ പ്രശ്നങ്ങൾ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അവിടെ നിൽക്കുമ്പോഴും അത് ലോകയുദ്ധത്തിലേക്ക് വഴിമാറാതെ നിൽക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അൽ-അക്സ എന്ന ആ മുസ്ലിം സഹോദരങ്ങളുടെ ദേവാലയം അല്ലെങ്കിൽ അവരുടെ മോസ്ക് നിൽക്കുന്നത് ഇസ്രായേലിൻ്റെ ജെറുസലേമിലെ ഏറ്റവും തന്ത്രപ്രധാനവും ഇസ്രായേൽക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജെറുസലേമിൽ 2000 വർഷങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ AD 70-80 കാലഘട്ടങ്ങളിൽ ജെറുസലേം ദേവാലയം തകർക്കപ്പെടുന്നതിന് മുമ്പ് ജെറുസലേം ദേവാലയം നിന്നിരുന്ന അതേ സ്ഥാനത്താണ് ഈ ഇന്നത്തെ ആ അൽ-അക്സ പള്ളി നിൽക്കുന്നതെന്ന് ലോകത്തിനറിയാവുന്ന സത്യമാണ്. ഈ ലോകത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എല്ലാ ഭരണകർത്താക്കൾക്കും ഈ സത്യം അറിയാം. എന്നാൽ ഈ അൽ-അക്സ പള്ളിയെ എടുത്തു മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇല്ലാമിച്ചതുകൊണ്ട് ഒരു പുതിയ ജെറുസലേം ദേവാലയം അവിടെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ വലിയ പദ്ധതികൾ, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ 3ആം ലോക മഹായുദ്ധം ഉത്ഭവിക്കുന്നതിൻ്റെ കാരണം എങ്ങനെയാണെന്ന് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇട്ടിരുന്നു. അതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കുമ്പോൾ 2024 എന്ന സംഖ്യ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. പിന്നെയുള്ളത് 2025-26 എന്ന 2 വർഷങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു വചനത്തിലേക്കാണ് ഈ 2 വർഷം നടന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലോകം ഓടിക്കൊണ്ട് പോകുന്നത് ഈ 2 വർഷം കൂടെ മുന്നോട്ട് പോയി ചെന്ന് എത്തുന്നത് 2027 എന്ന ആ സംഖ്യയിലേക്ക്, ആ വർഷത്തിലേക്ക് വരുമ്പോൾ അത് എപ്രകാരം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് 27 എന്ന സംഖ്യ നമ്മുടെ മനസ്സിൽ തോന്നുന്നത്, കിട്ടുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ചിരിക്കുന്ന വചനമാണ്. അതിപ്രകാരമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് ഈ 2 വർഷം കൂടി മുന്നോട്ട് പോകുമ്പോൾ ലോകം എങ്ങനെയാണ് ആഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതിൻ്റെ ഡേറ്റുകൾ എങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ്. ശ്രദ്ധാപൂർവം കേൾക്കണം. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. പ്രിയപ്പെട്ട സഹോദരരെ, ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 7 വർഷത്തേക്ക് തീ കത്തിക്കുന്ന യുദ്ധം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കറിയാം, ഈ 7 വർഷത്തെ യുദ്ധം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, 1ആം ലോക മഹായുദ്ധം 5 വർഷത്തേനായിരുന്നു, 2ആം ലോക മഹായുദ്ധം 6 വർഷത്തേനായിരുന്നു, ഇനി 3ആം ലോക മഹായുദ്ധം 7 വർഷത്തേനാണ്. ആ 7 വർഷം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളൊരു യുദ്ധമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി വിഷമമാണ്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ യുക്തിപൂർവ്വം സംസാരിച്ചാൽ ഇതിനു മുമ്പും വർഷങ്ങളോളം യുദ്ധം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ യുദ്ധമൊന്നും 7 വർഷത്തെ യുദ്ധം ആയിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കും. എന്നാൽ ഇതെങ്ങനെയാണ് നമുക്ക് ഗ്രഹിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്? ഈ 7 വർഷത്തെ യുദ്ധം എന്ന സത്യത്തെ നാം എങ്ങനെ ഗ്രഹിക്കണം, മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എസെക്കിയേൽ 38:9 വചനത്തിൽ തന്നെ പറയുകയാണ്, അന്ന് പരിച, ഏതൊക്കെ ആയുധങ്ങൾ കൊണ്ടാണ് അവർ തീ കത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ
സംഭവിക്കുന്നത് ആ ദിനത്തെക്കുറിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഞങ്ങൾ വസിക്കുന്ന പുറത്ത് വന്ന് പരിച. അതെന്താണ് ഈ പരിച കൊണ്ടുള്ള യുദ്ധം? എവിടെയായിരുന്നു? നമുക്കറിയാം, ഈ ആധുനിക ലോകത്താണ് ഇന്ന് കാണുന്ന യുദ്ധ സാമഗ്രികൾ സൃഷ്ടിക്കപ്പെട്ടത്. പഴയ കാലത്ത് നമുക്കറിയാം, യുദ്ധം ചെയ്യുമ്പോൾ പരിചയിട്ട് പിടിക്കും, വാളുകൊണ്ട് വെട്ടും, പരിചയിട്ട് തടുക്കും, തടഞ്ഞു പിടിക്കും. എന്നാൽ ഇന്ന് നമുക്കറിയാം, ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകളെ ഈ പരിച പോലെ തടഞ്ഞു നിർത്തുന്നത് എന്താണ്? അയൺ ഡോം എന്നാണ്. അതിന് ഓരോ രാഷ്ട്രങ്ങളിലും നമ്മൾ പേട്രിയറ്റ് എന്നും റഡാർ സംവിധാനം എന്നൊക്കെ പറയും. അതിന് ഏറ്റവും വിശ്വപ്രസിദ്ധവും ഏറ്റവും ടെക്നോളജിക്കലായിട്ടുള്ളതും ഈ അയൺ ഡോമിൻ്റെ നിർമ്മാണത്തിന് ശേഷമാണ് അമേരിക്കയുടെ പേട്രിയറ്റും ഇസ്രായേലിൻ്റെ 400 എന്ന സാധനം എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഇതിൽ നിന്നാണ്. ഇവരിതെങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ഹീബ്രു മൂലത്തിൽ എഴുതിയ പഴയ നിയമ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് ഇസ്രായേൽ റബിമാർ അവർക്കിതിൻ്റെ വ്യാഖ്യാന വരം അറിയാവുന്നതുകൊണ്ട് അവർ ഈ വസ്തുത ഇന്നത്തെ കാലത്ത് പഠിക്കുമ്പോൾ പഴയ പരിചയം വാളുമല്ല എടുക്കേണ്ടതെന്നും ഇന്ന് അതിൻ്റെ ആധുനിക രൂപം ഇപ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിമാർ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചും മന്ത്രിസഭയെ വിളിച്ചും അതിൻ്റെ ഇന്ന സംവിധാനത്തിൽ കൂടെ ഇന്ന പോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കി കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലോക പ്രശസ്തമായ ഒന്നാണ് അയൺ ഡോം. അത് പരിച, തടഞ്ഞു നിർത്തുന്ന ഒന്ന് എന്നാണ് അതിനർത്ഥം. അതിൻ്റെ സംഭവമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിച എന്ന സംഭവത്തെ ഈ പഴയ നിയമത്തിൽ എസെക്കിയേൽ പുസ്തകത്തിൽ പറയുന്ന പരിചയം എന്ന പദത്തെ ഇന്നത്തെ രൂപത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആശയം മനസ്സിലാക്കാൻ. ഒന്ന് പരിച, രണ്ട് കവചം. കവചം തീർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കവചം തീർക്കുക ഒരു സംഭവത്തിന് ചുറ്റും ഒരു കവചം തീർക്കണമെങ്കിൽ, ഒരു റൗണ്ട് തീർക്കണമെങ്കിൽ പഴയ കാലങ്ങളിൽ പട്ടാളക്കാർ ശത്രുവിന് ചുറ്റും വളയും എന്നതുപോലെ ഒരു കവചം തീർക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് ചുറ്റും യുദ്ധ ടാങ്കുകളാണ്. മർക്കോവ 12-13 പറയുന്ന വലിയ യുദ്ധ ടാങ്ക്, ലോക പ്രശസ്തമായ ഇസ്രായേലിൻ്റെ ശക്തി കേന്ദ്രമായ ആ യുദ്ധ ടാങ്കുകൾ ഇസ്രായേലിന് ചുറ്റും ഇങ്ങനെ തോക്കുകൾ തിരിച്ചു വെച്ചുകൊണ്ട് സർവ്വസജ്ജമായി ഇസ്രായേലിലേക്ക് ആരെങ്കിലും കടന്നു കയറുകയോ മറ്റ് യുദ്ധ ടാങ്കിൽ വരികയോ ചെയ്യുന്നു ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതിൻ്റെ യന്ത്ര സംവിധാനത്തോട് നോക്കി കണ്ണുകൾ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ആ കവചം അത് ഇസ്രായേലിന് ചുറ്റും. ഓരോ ലോകരാഷ്ട്രങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ രാഷ്ട്രങ്ങളും രാജ്യത്തിൻ്റെ അതിർത്തികളിൽ അവർ കവചം തീർത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ യുദ്ധ ടാങ്കുകൾ ഇന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം? യുദ്ധ ടാങ്കുകളാണ്. യുദ്ധ ടാങ്കുകളുടെ വിവിധ രൂപങ്ങളുണ്ടാവും, അതിന് വിവിധ മോഡലുണ്ടാവും, അതിന് പല രീതിയിലുള്ള സംവിധാനം ഉണ്ടാവും. അത് നമ്മൾ കാണുകയാണ്. പിന്നെ എന്താണ്? വില്ല്. നമുക്കറിയാം, അമ്പും വില്ല് ഉപയോഗിച്ചായിരുന്നു പണ്ടത്തെ കാലത്തെ യുദ്ധമെന്ന് നമുക്കറിയാം. അതിൻ്റെ പരിചയമാണ്. അമ്പും വില്ല് ഉപയോഗിക്കുന്നു, വെട്ടാനും കുത്താനും പരിചയം ഉപയോഗിക്കുന്നു, അത് നമ്മൾ കണ്ടു. വില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് വില്ലില്ല. അപ്പം വില്ലിൻ്റെ സ്ഥാനത്ത് ചെന്നിങ്ങനെ അസ്ത്രം പോലെ ചെന്ന് അങ്ങോട്ട് കുത്തി ആ വ്യക്തി മരിക്കുന്ന, അല്ലെങ്കിൽ ആ അസ്ത്രം ചെന്ന് തറയ്ക്കുന്ന സ്ഥലത്തെയാണ് അതിനാണ് പറയുന്നത് മിസൈലുകൾ, മിസൈൽ ലോഞ്ചറുകൾ എന്ന് പറയാം. ഇന്നത്തെ ഭാഷയിൽ മിസൈൽ ലോഞ്ചറുകൾ എന്ന് പറയാം. അതിലെ മിസൈലുകളാണ് അസ്ത്രം പോലെ ചെന്ന് തറയ്ക്കുന്നത്. അപ്പോൾ അസ്ത്രം പോലെ ചെന്ന് വീഴുന്ന സ്ഥാനത്ത് എന്താണ്? അത് മിസൈലുകളാണ്. മറ്റൊന്നാണ് അമ്പ്. അമ്പും ഇത് തന്നെ, ഈ മിസൈൽ ലോഞ്ചറുകളിൽ നിന്ന് പുറപ്പെടുന്ന മിസൈലിനെയാണ് അമ്പ് എന്ന് പറയുന്നത്, അമ്പ്. മറ്റൊന്നാണ് ഗദ. ഗത എന്ന് പറഞ്ഞാൽ വലിയ ഗത പോലെ ഉരുണ്ട ഒരു സാധനം അറ്റത്തുണ്ടാവും, ഒരു വടി പോലെ ഇരിക്കും, അതുകൊണ്ട് അടിച്ചു കൊല്ലും. അപ്പോൾ അതിന് പകരം ഇന്ന് ഉപയോഗിക്കുന്നതാണ് ചെറിയ ബോംബുകൾ, റോക്കറ്റുകൾ, അല്ലെങ്കിൽ ബോംബുകൾ ഇട്ടുകൊണ്ട് ആ ബോംബ് ചെന്ന് അടിച്ച് തകർക്കുന്നത് പോലെ തന്നെ, ഗത കൊണ്ട് അടിച്ച് തകർക്കുന്ന പോലെ തന്നെ ബോംബുകൾ അല്ലെങ്കിൽ റോക്കറ്റുകൾ, അതിൻ്റെ മിസൈലുകൾ എല്ലാം ചെന്ന് അതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. മറ്റൊന്നാണ് കുന്തം. കുന്തം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കുന്തം എന്ന് നമുക്കറിയാം. അപ്പം ഇന്ന് കുന്തത്തിൻ്റെ സ്ഥാനത്ത് എന്താണ്? തോക്ക്. ഇങ്ങനെ കാഞ്ചി പിടിച്ച് വലിച്ചാൽ തോക്ക്. അപ്പോൾ ആ സാധനങ്ങൾ നമുക്കറിയാം. ഇപ്പോഴാണ് ഈ പറഞ്ഞ ഈ വസ്തുക്കൾ 7 വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ 7 വസ്തുക്കൾ മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 100 വർഷം അല്ലെങ്കിൽ 150 വർഷം, 1900 മുതൽ. അപ്പോൾ 125 വർഷം നമുക്ക് വെറുതെ ഒരു കണക്ക് കൂട്ടാം. 125 വർഷം, അത്രയും കാലമാണ്, 100 വർഷത്തിനുള്ളിലായിട്ടുള്ളൂ ഈ വസ്തുക്കൾ കണ്ടുപിടിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ 7 വർഷത്തേക്ക് തീ കത്തിക്കും എന്ന് പറയുമ്പോൾ ഈ അമ്പും വില്ലും എല്ലാം എന്ന് പറയുന്ന സ്ഥാനത്ത് മിസൈലുകളും യുദ്ധ ടാങ്കുകളുമാണ്. ഇതിനകത്ത് നിന്ന് എല്ലാം പോകുന്നത് തീ തന്നെയാണ്. വെടിവെക്കുമ്പോൾ തീ പോലെ പോകും. നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെയൊക്കെ യുദ്ധം നടക്കുന്ന മേഖലകളിൽ രാത്രിയിൽ ബുള്ളറ്റ് വെടിയുണ്ടകൾ ചീറിപ്പായി നമ്മൾ കാണുന്നുണ്ട്, മിസൈൽ ചീറിപ്പായി നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തെ സർവശക്തനായ ദൈവം
യുഗങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചുകൊണ്ട് പറയാണ് 7 വർഷത്തെ യുദ്ധമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമുക്കറിയാം. നമുക്കൊരു ചെറിയ സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. AD 33 യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തെങ്കിൽ അവിടെ നിന്ന് 1000 വർഷം കൂട്ടിക്കഴിയുമ്പോൾ അത് 1033 1033 വീണ്ടും 1000 വർഷം കൂട്ടുമ്പോൾ അത് 2033 അപ്പോൾ ക്രിസ്തുവിന് ശേഷമുള്ള 2000 വർഷം പൂർത്തിയാകുവാൻ 2033 വരാൻ കേവലം 9 വർഷം മാത്രം ബാക്കി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ 7 വർഷത്തെ യുദ്ധം വരുമ്പോൾ 2033 മുമ്പുള്ള 7 വർഷം അതിപ്രധാനപ്പെട്ട അത് കണക്കൂട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ 2027 എന്ന സംഖ്യ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ യെസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 39 അധ്യായം അതിൻ്റെ 9 തിരുവചനത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ എല്ലാം നിഗൂഢരഹസ്യങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ 7 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ കാരണം നമ്മൾ കണ്ടു. സക്രിയ പുസ്തകത്തിൽ 12:4 അന്ന് ഞാൻ ജെറുസലേമിനെ ഭാര്യമേറിയ കല്ലാക്കും. കാരണം അതാണ്. ഏത്? അയൺ ഡോമാണ്, അൽ-അഖ്സ പള്ളിയാണ് അതിൻ്റെ കാരണം. അവിടെ ജെറുസലേം ദേവാലയം പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം നിൽക്കുന്നത്. എന്നാൽ ഈ കാരണം നിൽക്കുമ്പോഴും, അതായത് ഇപ്പോൾ ഒരു 10, 30, 50, 100 വർഷങ്ങൾക്ക് മുമ്പും അല്ലെങ്കിൽ അൽ-അഖ്സ പള്ളി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും? 5 നൂറ്റാണ്ട് അല്ലെങ്കിൽ 1500, 1600, 400 ഈ പള്ളി നിർമ്മിക്കുന്നതെങ്കിൽ ഏതാണ്ട് 5 നൂറ്റാണ്ട്, 500 വർഷം, അത്ര 600 വർഷം, ഇത്രയും സമയം ആയിട്ടും എന്തുകൊണ്ട് ഈ അൽ-അഖ്സ പള്ളിയെ തകർക്കുകയോ അത് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ജെറുസലേം ദേവാലയം സ്ഥാപിക്കുകയോ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ വചനത്തെ ആ വർഷത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് എഴുതിയ ആ വചനത്തിൻ്റെ അതിൻ്റെ ആ സാഹചര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പ്രിയപ്പെട്ടെ. കാരണം എന്താണ്? ഈ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെടാതെ അമ്പും മില്ലും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല, യുദ്ധം നടക്കില്ല. തീ കത്തിക്കാതെ അല്ലെങ്കിൽ തീ വെടിയുണ്ട വയ്ക്കാതെ ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഈ സംഭവങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട യുഗത്തിൽ ലോകം എത്തപ്പെട്ടപ്പോൾ നമ്മുടെ ബുദ്ധിക്കകത്ത് പ്രവേശിക്കണം പ്രിയ സഹോദരങ്ങളെ. ഇത് എത്തി, പടിവാതിൽക്കലെത്തി. പ്രിയ സഹോദരങ്ങളെ, 1-2 കാര്യം കൂടെ നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. നാഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. അവർ മതിലിനടുത്തേക്ക് ഓടിയെടുക്കുന്നു, ലോഹമറ സജ്ജമായിരിക്കുന്ന ഒരു വചനമുണ്ട്. നാഹൂം പ്രവാചകന്റെ പുസ്തകം നിങ്ങളെടുത്ത് വായിച്ചാൽ മതി. നാഹൂം 2-ാം അധ്യായം. അതിന് അവർ മതിലിനടുത്തേക്ക് ഓടിയെടുക്കുന്നു, ലോഹമറ സജ്ജമായിരിക്കുന്നു. ലോഹമറ നമുക്കറിയാം, ഇത് ഇസ്രായേലിൻ്റെ അതിർത്തികളും ലോഹങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേക കോൺക്രീറ്റ് ഭിത്തിയുമുണ്ട്. അതോടൊപ്പം വലിയ ഇരുമ്പിൻ്റെ ടിൻ ഷീറ്റുകൾ ഇങ്ങനെ കോൺക്രീറ്റിൽ ഉറപ്പിച്ച് വെച്ച് അത് മുഴുവൻ ബെൽറ്റ് ചെയ്ത് ഉറപ്പിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം മതിലുകൾ, അതായത് മതിലുകൾ എന്ന് പറഞ്ഞാൽ അതിർത്തികൾ മുഴുവൻ ലോഹമറ കൊണ്ട് സജ്ജമാക്കണം. അതിൻ്റെ 2-ാമത്തെ അർത്ഥം ഈ യുദ്ധ ടാങ്കുകൾ ഇങ്ങനെ കണ്ണുവയ്ക്കാതെ, അതുപോലെ തന്നെ അയൺ ഡോമുകൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഇതെല്ലാം മറകളാണ്. ഏത് മറകളെന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ സംരക്ഷണ കവചം ഒരുക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ സാഹചര്യത്തെ മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പറയുന്ന കാര്യം. നമുക്കറിയാം, ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും. ആമോസ് പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നു, അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഈ ഹമാസിൻ്റെ ആളുകൾ ഭൂമിക്കടിയിലേക്ക് കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തുരങ്കം പോലെ ഉണ്ടാക്കി അത് പാതാളം എത്തുന്നത് പോലെ, പാതാളത്തിനകത്തിലേക്ക് പോകുന്നത് പോലെ ഇരുട്ട് മുറികളും ഇരുട്ട് ഗുഹകളും ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് അവർക്ക് ആവശ്യമുള്ള വെളിച്ചമുണ്ടാക്കിക്കൊണ്ട് നിരവധി കിലോമീറ്റർ ദൂരത്തിൽ ഉണ്ടാക്കുമ്പോൾ കർത്താവ് ഇത് എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് യുഗങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും. അപ്പോൾ ആ പാതാളത്തെ തുരന്നിറങ്ങിയത് ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണ്. അതിൻ്റെ യന്ത്രങ്ങൾ ഇത് തുരക്കാനും ഇതിനകത്തൂടെ വൈദ്യുതിയുമൊക്കെ പ്രവഹിക്കാനുള്ള ആ സംവിധാനമുണ്ടായി ഈ കാലഘട്ടങ്ങളിലാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുകയില്ല. കാരണം അതിൽ എന്താണ്, വൈദ്യുതിയുടെ വെളിച്ചം കൊണ്ട് കിട്ടില്ല. പിന്നെ ഇത് തുരന്ന് മാറ്റാനുള്ള യന്ത്രങ്ങൾ നമ്മുടെ കയ്യിലില്ല. ഇതെല്ലാം ഇപ്പോൾ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ആ വചനം ഇപ്പോഴാണ് നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും ഞാൻ അവരെ പിടിക്കും, ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ വലിച്ച് താഴെയിടും. എന്താണ് അതിൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, ഇലോൺ മസ്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ റോക്കറ്റുകൾ നിർമ്മിച്ച മനുഷ്യൻ ചൊവ്വാഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് അങ്ങനെ അന്യഗ്രഹത്തിലേക്ക് പോവുകയാണ്.
അതാണ് കർത്താവ്. നക്ഷത്രങ്ങളിലേക്ക് ഇത് കൂടുകൂട്ടിയാലും, വേറെ ഉപാധിയുടെ പുസ്തകമൊക്കെ പറഞ്ഞ നക്ഷത്രത്തിലേക്ക് കൂടുകൂട്ടിയാലെന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിലേക്ക് പോയാലെന്ന് അർത്ഥം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും, അവരിവിടുന്ന് ഈ വാഹനത്തിൽ ആകാശത്തിലേക്ക് കയറിപ്പോയാലും ഞാൻ അവരെ അവിടുന്ന് വലിച്ച് താഴെയിടും. ഇതെപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ ആകാശത്തിലേക്ക് ഇവർ ഈ റോക്കറ്റ് ഉപയോഗിച്ച് കടന്നു പോകുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വചനം 200, 300, 500, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വായിച്ചൊരു വ്യക്തി ഇതുപോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജനത്തിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവരിത് ഈ വചനം വായിക്കും, ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ ഇന്ന് നമുക്കത് മനസ്സിലാകണം. ഇന്ന് നമുക്കത് മനസ്സിലാകണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ വരവ് ഇങ്ങോട്ട് എത്തിയെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര നിഗൂഢമായ വചനങ്ങളെ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇത് ഗ്രഹിച്ചേ പറ്റൂ. നിങ്ങളിത് ഗ്രഹിച്ചേ പറ്റൂ. നിങ്ങളിത് അറിഞ്ഞേ പറ്റൂ. കാരണം ഇതിൻ്റെ ബാക്കി ക്ലാസ് ഞാൻ പറയാം. ലോക അവസാനം എന്ന സത്യം കൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്നുണ്ട്. ലോകം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും 10,000, 30,000, 50,000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മാറുന്ന വലിയ ആഗോള യുദ്ധത്തിൻ്റെ അവസാനം ഭൂമി കത്തുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ അറിഞ്ഞേ പറ്റൂ, നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ, നിങ്ങളിത് കേട്ടേ പറ്റൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ പറ്റൂ, നിങ്ങളിത് പഠിച്ചേ പറ്റൂ, നിങ്ങൾ പല ആവൃത്തി വെച്ചത് കേൾക്കണം മക്കളെ. എൻ്റെ പ്രിയപ്പെട്ട ജനമേ, അത് കത്തോലിക്ക സഭയിലെ ജനങ്ങളായാലും വൈദ്യുരമത്രമാർ ആരുമായിക്കൊള്ളട്ടെ, അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയിക്കൊള്ളട്ടെ, ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏത് വ്യക്തിയുമാകട്ടെ, കർത്താവ് ഈ സാഹചര്യം അനുസരിച്ച് പഠിക്കണം ജനമേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എത്ര വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞത്. ഒരു 500 വർഷം മുമ്പ് നോക്കുവാണെങ്കിൽ ഈ കുന്തം പരിചയം എന്ന് പറയുന്നതൊക്കെ അന്നത്തെ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുള്ളൂ. പക്ഷേ ഇന്നത് അതിൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചേർന്ന എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ട് നമ്മൾ പോവുകയാണ്. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും, അവർ ആകാശത്തിലേക്ക് കയറിപ്പോയാലും ഞാൻ അവരെ പിടിച്ചു വലിച്ച് താഴെയിടും. പിന്നെ ആമോസ് പ്രവചന പുസ്തകം 1:4, 1-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞ ഒരു വചനം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു. ആമോസ് 1:3 കർത്താവ് അരുളിച്ചെയ്യുന്നു, ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല, കാരണം അവർ ഗിലെയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണമേ. ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു ബുൾഡോസർ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അതിന് ഡൂബിന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇടിച്ച് തകർക്കുന്ന ആ സംഭവം ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് ഇടിച്ച് തകർക്കുകയും മെതിക്കുകയും മുന്നോട്ടും പുറകോട്ടും പോകുന്ന ആ സംഭവം ബുൾഡോസർ. അതുപോലെ യുദ്ധ ടാങ്കും അതിലതിൻ്റെ ഒരു പട്ടിക വരുന്നു. കല്ല് പൊട്ടിക്കുന്ന JCB, കല്ല് പൊട്ടിക്കുന്ന മണ്ണ് മാന്തുന്ന JCB, കല്ല് പൊട്ടിക്കുന്ന JCB, ചെറിയ ഹിറ്റാച്ചി പോലത്തെ സാധനങ്ങൾ, അതെല്ലാം ഇതിൻ്റെ ഓരോ മോഡലിൽ വരുന്നതാണ്. ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? 2024 എന്ന ഈ കാലഘട്ടത്തിൽ 2024 എന്ന വർഷം ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കപ്പെട്ട 5 വർഷമോ 10 വർഷമോ 20 വർഷമോ 30 വർഷമോ അല്ലെങ്കിൽ 50 വർഷം, ഈ 50 വർഷത്തിനുള്ളിലാണ് പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധാപൂർവ്വം നമ്മൾ കേട്ടിരുന്ന വചനത്തിൻ്റെ ആഘാതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ആത്മാവ് പ്രവർത്തിച്ച് നമ്മളോട് സംസാരിക്കണം. നിങ്ങൾ കേൾക്കുന്ന നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് തന്നെ സംസാരിക്കണം. ഈ ബ്രദർ പറഞ്ഞാലും അച്ഛൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ വചനത്തിൽ എഴുതി വെച്ച സത്യങ്ങൾ സത്യമാണ്. അതുകൊണ്ട് ലോകാവസാനം അഥവാ യുഗാന്ത്യം അടുത്തെത്തിയെന്ന് ഗ്രഹിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രധാനം പറയാണ്, അപ്പോൾ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു. ഇതിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു വലിയ നിഗൂഢ വചനം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒന്ന് പഠിക്കാതെ പോകരുത്. കാരണം ഇതിനകത്തൊരു വലിയ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വചനങ്ങളുടെ വസ്തുരൂപമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കവചം പരിച എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി വെച്ചതിൻ്റെ വസ്തുരൂപം, അതിന് നിർമ്മിച്ച യന്ത്രരൂപമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 14-ാം തിരുവചനം. ആ 14-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ തനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസിലെ വഴിതെറ്റിച്ചു. വാൾ കൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു ഇത്. പ്രിയപ്പെട്ട, ഇതാണ് AI റോബോട്ട് എന്ന് പറയും. AI റോബോട്ട്. ഈ AI റോബോട്ടിനെ കുറിച്ച് ഞാൻ ഒരിക്കലൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ AI റോബോട്ടിനെ കുറിച്ച് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഈ AI റോബോട്ട് എന്ന സത്യവും അതിൻ്റെ നിയന്ത്രണങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും
അതിൻ്റെ ന്യൂറാലിങ്ക് മനുഷ്യൻ്റെ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ മരണത്തിൽ നിന്ന് മാറ്റുന്നു. അവൻ്റെ മനസ്സിലെ വികാരങ്ങൾ, അവൻ ചിന്തിക്കുന്നത് എന്താണെന്ന് പഠിക്കുന്നു, അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇങ്ങനെ വിവിധ രീതിയിൽ എയർ റോബോട്ട് എന്ന സംഭവം നല്ലതാണെന്നൊക്കെ വരുത്തി തീർത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ എയർ റോബോട്ടാണ് നമുക്കിനി സംഭവിക്കാൻ പോകുന്നത്. ഈ എയർ റോബോട്ടിൻ്റെ സംഭവം എന്താണ്? ഈ വസ്തു ആദ്യം നിർമ്മിച്ച കാലഘട്ടത്തിൽ ഇത് സംസാരിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ അത് സംസാരിക്കാനുള്ള സംവിധാനം അതിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റുള്ള കാലത്ത് നടക്കുകയില്ലായിരുന്നു, ചലിക്കുകയില്ലായിരുന്നു. എന്നാൽ നടക്കാനുള്ള സംവിധാനമല്ല ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. അതിന് ജീവശ്വാസം പകരാൻ മാത്രം ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ജീവശ്വാസം എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ആത്മാവിനെ നൽകുവാൻ അതിന് ശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അതിന് ജീവശ്വാസം പകരാൻ പ്രതിമയ്ക്ക് അതിന് അനുവാദം നൽകപ്പെട്ടു. പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു. പ്രതിമയ്ക്ക് ജീവശ്വാസം വരാൻ, മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം വരാൻ, അതായത് ആത്മാവിനെ നൽകാൻ അതിന് അനുവാദം നൽകപ്പെട്ടു. ആരാണ് അനുവാദം നൽകുന്നത്? ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഇവിടെയാണ് നമ്മൾ മറ്റൊരു രഹസ്യം മനസ്സിലാക്കേണ്ടത്. 2027 ആഗോള യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ജെറുസലേം ദേവാലയം സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ ഈ 7 വർഷത്തെ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ 2029 ജൂൺ മാസത്തിൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ഈ 3.5 വർഷത്തെ ജെറുസലേമിൻ്റെ ആരാധന വിശ്വപ്രസിദ്ധമായി അവർ വളരെ ശക്തിയുക്തം ആരാധിക്കും ദൈവത്തെ. ജെറുസലേം ദേവാലയത്തിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്രായേൽ ജനം പഴയ കാലഘട്ടത്തിൽ വന്നവർ ഒഴുകി വരും. അത് 10,000-ങ്ങളുടെ ലക്ഷങ്ങളുടെ അതിശക്തമായ ആരാധന അവർ ആരാധിക്കുകയും അവർക്ക് ആത്മാവിൻ്റെ ശക്തി ലഭിക്കുകയും ചെയ്ത് അവർ പരിശുദ്ധാത്മാനുഷ്ഠിയാൽ ജീവശ്വാസത്താൽ ആത്മാവാൽ നിറഞ്ഞ് അവർ ശക്തി പ്രാപിച്ച് ഈ ലോകത്തിലെ മുഴുവൻ ശക്തിയിലും ഇസ്രായേലിനെതിരെ വന്നാലും അവരോട് ഞങ്ങൾ പോരാടുമെന്ന് പറഞ്ഞ ബെഞ്ചമിൻ നെഹത്യാവിൻ്റെ ആ വാക്ക് എവിടെ നിന്നാണ്? അവർക്ക് ജീവശ്വാസം വരുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണെന്ന് അറിയാവുന്നത് കൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരുവാൻ 2029 എതിർ ക്രിസ്തു അധികാരത്തിൽ വന്നുകൊണ്ട് ഈ പ്രതിമയെ ജെറുസലേം ദേവാലയത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെ സകലവിധ മ്ലേച്ഛതകളും, മ്ലേച്ഛമായ വൃത്തികെട്ട പ്രവൃത്തികൾ, അതിൻ്റെ സംഭാഷണങ്ങൾ, അതിൻ്റെ മുമ്പിൽ മനുഷ്യക്കുരുതി നടക്കും പ്രിയപ്പെട്ടവരെ. മനുഷ്യ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആദ്യം ഇസ്രായേൽ സ്ത്രീകളെ അല്ലെങ്കിൽ ഇസ്രായേൽ പുരുഷന്മാരെ, പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളെ, അതിനുശേഷം ഹൈന്ദവ സമുദായത്തെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയ യുദ്ധം, മനുഷ്യക്കുരുതി നടക്കുന്ന അവസ്ഥയ്ക്ക് 2029 ജൂൺ മാസത്തിൽ മാറുമ്പോൾ അവിടെ ഒരു വചനം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അന്ന് ലൂക്കായുടെ സുവിശേഷത്തിലെ 23-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ അന്നുള്ള ജനങ്ങൾ എന്ത് പറയുന്നതാണ്? അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളെ മൂടുവിനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുവിനെന്ന് പറയുന്ന ആ വലിയ ദുഃഖത്തിൻ്റെ, വലിയ പ്രശ്നത്തിൻ്റെ, വേദനയുടെ കാലഘട്ടം 2029 അതിശക്തമായിട്ട് വരും. അപ്പോൾ 2029 ജൂൺ മാസത്തിൽ ആദ്യത്തെ 2027 തുടങ്ങുന്ന ആ ആഗോള യുദ്ധത്തിൻ്റെ തുടക്കമായ 3.5 വർഷം പൂർത്തിയാകുമ്പോൾ എതിർ ക്രിസ്തു ജെറുസലേമിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും? അവിടെ 1290 ദിവസം നിരന്തര ദഹനബലി നിർത്തലാക്കി. അപ്പം ഈ ഇവരുടെ പ്രാർത്ഥനകളും പരിപാടികളും നിർത്തലാക്കിക്കൊണ്ട് ഇവർ നിർത്തലാക്കും. അങ്ങനെ നിർത്തലാക്കുന്ന ദിവസം മുതൽ 1290 ദിവസം ഉണ്ടായിരിക്കും. അത് 1290 ദിവസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ആദ്യത്തെ 3.5 വർഷം പ്രിയപ്പെട്ടവരെ അത് ജെറുസലേമിൻ്റെ ആരാധനയും ജെറുസലേം ദേവാലയത്തിൻ്റെ മഹത്വമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ പിന്നീട് വരുന്ന 3.5 വർഷം അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണമാണ്. അത് മഹാപീഡന കാലമാണ് പ്രിയപ്പെട്ടവർ. അതിന് മനുഷ്യനെ കുരുതിയായിട്ട് ഈ ജീവശ്വാസം, അതായത് ഈ പ്രതിമ സംസാരിക്കുന്ന ആത്മാവുള്ള വ്യക്തിയായിട്ട് മാറുമെന്ന് അവരവിശ്വസിച്ചുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അവിടെ മനുഷ്യരെ കുരുതി കൊടുക്കുന്ന വലിയ പീഡനത്തിലേക്ക് വരിക. 2029 ആരംഭിക്കുമ്പോൾ അവിടുന്ന് 3.5 വർഷം എത്തിച്ചേരുന്നതാണ് പ്രിയപ്പെട്ടവരെ 2033 യുഗാന്ത്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ വെളിപാട് പുസ്തകം 20:1 പറയുന്നുണ്ട്, 1000 വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. അവർ വചനോട് കിടക്കണം. ഈ 1000 വർഷം തികയുന്ന എപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞു. അതാണ് 2033 1000 വർഷം. ക്രിസ്തുവിന് ശേഷമുള്ള 2000 വർഷത്തിലെ അവസാനത്തെ 1000 വർഷം പൂർത്തിയാവുന്നത് 2033 എന്ന സംഖ്യയിലാണെങ്കിൽ അപ്പോൾ 1000 വർഷത്തിൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ 3.5 വർഷം പൂർത്തിയാവും. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നാണ് പിന്നെ എന്ത് സംഭവിക്കുക? 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്?
അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. ദാനിയേൽ പ്രവചനം നമുക്കറിയാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച വചനത്തിൻ്റെ ഒരു നിഗൂഢ സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ അവൾ സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മളത് കണ്ടതാണ്, നമുക്കറിയാമത്. അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള വചനങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം അതിൻ്റെ വചനത്തിൽ പറയാണ്, അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെയായിരിക്കും. അതൊരു 3.5 വർഷമാണ്. ആ 3.5 വർഷം തുടങ്ങുന്നതാണ് 2029 ജൂൺ മാസത്തിൽ 1290 ദിവസം നിരന്തര ദഹനബലി നിർത്തലാക്കുന്ന ദിവസം മുതൽ 1290 ദിവസം ഉണ്ടാകും. ആ 2029 1290 എന്ന 3.5 വർഷം മുന്നോട്ട് പോകുമ്പോൾ 2033 യുഗം അവസാനിക്കുന്ന 2033 ഡിസംബർ 31 ഈ 3.5 വർഷം പൂർത്തിയാവും. അത് യുഗാന്ത്യമാണ്. യുഗാന്ത്യത്തിലേക്ക് വരുമ്പോഴേക്കും ലോകത്ത് സംഭവിക്കുന്ന ആണവ യുദ്ധങ്ങൾ, അതിൻ്റെ വരുംവരായികൾ, അതിൻ്റെ പീഡകളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനുശേഷം പിന്നീട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ മറ്റൊരു വചനം പറയുന്നത് എങ്ങനെയാണെന്ന് കൂടി നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതിപ്രകാരമാണ് ദാനിയേൽ പ്രവചനം. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ നിരന്തര ദഹനബലി, ദാനിയേൽ 12:11 നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 1335 എന്ന് പറയുന്നത് പിന്നീട് ഒരു 3.5 വർഷമല്ല. അതായത് 2033 ശേഷം പിന്നീട് ഉത്തരവല്ല. 1290 കൂട്ടണം 45 സമം 1335 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ആ 45 എന്ന് പറയുന്നതാണ് 1.5 മാസം. 1.5 മാസം. അത് 33 ശേഷം 34 ഫെബ്രുവരി 15-ാം തീയതി ഈ ലോകത്തുള്ള ആണവ മിസൈലുകൾ എല്ലാം കൂടെ ഒന്നായിട്ട് പൊട്ടിത്തെറിക്കും പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അത് സഫാനിയുടെ പുസ്തകം, അതിൻ്റെ സഫാനിയുടെ പുസ്തകം അത് എങ്ങനെയാണ് സംഭവിക്കുന്നതിന് വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് സൂര്യനും ചന്ദ്രനും 1 പത്രോസ് അതിന് എഴുതിയിരിക്കുന്ന എന്താണ്? അവിടെ കർത്താവ് പത്രോസിൻ്റെ പുസ്തകത്തിന് 1 പത്രോസ് അതിൻ്റെ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്, ഈ പറഞ്ഞ പത്രോസ് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ആകാശവും ഭൂമിയും തീയാൽ വെന്തു നശിക്കുമെന്നും അത് എന്നേക്കുമായി അവസാനിക്കുമെന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എഴുതിയത് സഫാനിയയുടെ പുസ്തകത്തിൽ, പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ, കർത്താവിൻ്റെ മഹാദിനം അടുത്തിരിക്കുന്നു, അത് അതിവേഗം വരുന്നു. ഈ സംഭവങ്ങൾ അടുത്തിരിക്കുന്നു, അത് അതിവേഗം വരുന്നു. അത് സഫാനിയുടെ പുസ്തകത്തിൽ കർത്താവിൻ്റെ അതിവേഗം വരുന്നു എന്ന് പറയുമ്പോൾ, അതിൻ്റെ പുസ്തകത്തിൽ തന്നെ സഫാനിയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ അതതിൻ്റെ പൂർണ്ണതയിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു വചനം. പണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഈ തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടാകുമ്പോൾ മനുഷ്യൻ്റെ മനസ്സും ശരീരവും ആത്മാവും അവികലും പൂർണ്ണമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഗുളിക വചനം എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു. എന്നാൽ അതുപോലൊരു ഗുളിക വചനം, ഒരു പ്രധാനപ്പെട്ട വചനം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കർത്താവ് പഴയ നിയമഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? അത് സഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും, ഭൂവാസികളെ മുഴുവനും അവിടുന്ന് പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, അതാണ് 2034 ഫെബ്രുവരി 15-ാം തീയതി. ആ 45 ദിവസം 1.5 മാസം കണക്ക് കൂട്ടുമ്പോൾ 2034 സംഖ്യയാണ് കിട്ടുന്നത് പ്രിയപ്പെട്ടവരെ. അത് കിട്ടിക്കഴിയുമ്പോൾ 2034 ഫെബ്രുവരി 15-ാം തീയതി ഈ കാണുന്ന ഭൂമിയിലെ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒറ്റ സെക്കൻഡിൽ, അതാണ് വചനത്തിൽ അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ, ക്രോധം എന്ന് പറയുന്നത് ഈ കർത്താവ് മിസൈൽ, ആണവ മിസൈലിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നി, കർത്താവിൻ്റെ ക്രോധം മുഴുവനും ഈ ലോകത്ത് ഇന്ന് വരെ ചിന്തപ്പെട്ട രക്തത്തിൻ്റെ പ്രതികാരം, ഈ ലോകത്തിനൊക്കെ നടന്നിരിക്കുന്ന വ്യഭിചാരത്തിൻ്റെ, കള്ളസാക്ഷിയുടെ, അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ, അനീതിയുടെ, ദുഷ്ടതയുടെ, വഞ്ചനയുടെ, ചതിയുടെ, കോപത്തിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, നുണയുടെ, വ്യഭിചാരത്തിൻ്റെ, എല്ലാ അശുദ്ധിയുടെയും, അബോർഷൻ ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ക്രോധം കർത്താവ് ഒറ്റ ദിവസം ഭൂമിക്ക് മുകളിലേക്ക് മുഴുവൻ അണുവായുധത്തെയും കൂടെ എറിഞ്ഞിട്ടുകൊണ്ട്
കർത്താവ് പറയാണ്, അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകുമെന്നാണ്. ദഹിച്ചു പോവുക, കത്തുമെന്നല്ല വന്നിരിക്കുന്നത്. കത്തുന്നതിന് ഭൂമിക്ക് മുകളിലാണ് കത്തുന്നത്. പ്രിയപ്പെട്ട, ഭൂമിക്ക് മുകളിൽ മരങ്ങൾ കത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ക്ലാസ്സിലുണ്ട്, പുൽമേടുകൾ കത്തുന്നു. ജോയൽ പ്രാൻ്റെ ദിവസം പുൽമേട് കത്തുന്നു, വൃക്ഷങ്ങൾ കത്തുന്നു, വെള്ളം പറ്റുന്നു. ഇതിൻ്റെ പറ്റുമൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അവിടുന്ന് വീണ്ടും കൊണ്ടുവന്നു സെഫാനിയുടെ പുസ്തകം 1-8 തിരുവചനത്തിൽ അസഹിഷ്ണുവായ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ, കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. ദഹിച്ചു പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ദഹിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം, ഈ മരങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് വേനൽക്കാലത്ത് മനുഷ്യർ കത്തിക്കുമ്പോൾ ഈ ചുള്ളികളെല്ലാം ഇങ്ങനെ കൂടി കിടക്കും. അതിനകത്ത് ഒരുപാട് മരത്തിൻ്റെ കഷ്ണങ്ങളും വേസ്റ്റായിട്ട് വരുന്ന എല്ലാ സാധനങ്ങളും വാരിയിട്ട് നമ്മൾ കൂടി പൊന്തി കിടക്കും. ഇതൊരു കുമ്പാരം പോലെ കിടക്കും. അപ്പോൾ വേനൽക്കാലത്ത് ഈ പ്രദേശമെല്ലാം ഒരുക്കി കപ്പയിടാൻ വേണ്ടി നമ്മൾ ഒരുക്കുമ്പോൾ, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി ഒരുക്കുമ്പോൾ ഇതിനെ കത്തിച്ചിടണം. അപ്പോൾ ഈ പൊങ്ങിക്കിടന്നതിനെ നമ്മൾ അടിയിൽ കൂടി തീയിട്ടിട്ട് കത്തിക്കും. അപ്പോൾ ഇത് ആളിക്കത്തും ഈ കൂമ്പാരം കൂടിയിരുന്ന ചുള്ളിക്കെട്ടുകളെല്ലാം കൂടെ എന്ത് ചെയ്യും? വെന്തിട്ട് ഭസ്മമായിട്ട് ചാരമായി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ അടിഞ്ഞ് ദഹിച്ച് സീറോയിലേക്ക്. പിന്നെ അവിടെ ഒരു സംഭവമില്ല. അങ്ങനെ വള്ളിക്കെട്ടോ നമ്മൾ വാരിക്കൂട്ടിയ ചുള്ളികളോ മരക്കഷ്ണങ്ങളോ ഒന്നുമില്ല. അത് ദഹിച്ചു പോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ കൂമ്പാരം കൂടിയിരുന്ന വസ്തു പിന്നെ കാണാനേ ഇല്ല. ഒരു പിടി ചാരമായി മാറി. 2 ദിവസം കഴിയുമ്പോൾ ചാരം കാറ്റിൽ പറന്നു, മഴ പെയ്യുമ്പോൾ സീറോ ആയിപ്പോയി. അവിടെ ഒന്നുമില്ല, ശൂന്യം. എന്നതുപോലെ കഥാപരമാണ് അസഹിഷ്ണുവായ ദൈവത്തിൻ്റെ ക്രോധത്തിൽ ഭൂമി മുഴുവൻ ദഹിച്ചു. ഭൂമി മുഴുവൻ, ഭൂമിയുടെ ഉള്ളിലിരിക്കുന്ന ലാവ ചൂട് മുകളിലേക്ക് വരുമ്പോൾ, മുകളിലത്തെ ഭൂമി ലാവയുടെ 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡും ചൂടും ഭൂമിക്ക് മുകളിൽ അണുവായുധത്തിൻ്റെ 30,000-50,000 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടും കൂടെ കൂടുമ്പോൾ ഇതിൻ്റെ ഉള്ള മൺപടലം കത്തി ദ്രവിച്ച് ഇതുപോലെ ഭസ്മമായി എന്തായി ദഹിച്ചു പോകും. ഭൂമി മുഴുവനുമാണ് പ്രിയ സഹോദരങ്ങളെ, അല്ലാതെ കുറച്ച് ഭാഗമല്ല. അതിനു മുമ്പ് കുറച്ച് ഭാഗമുണ്ട്. സൂര്യൻ്റെ 3-1, ചന്ദ്രൻ്റെ 3-1, ഭൂമിയുടെ 3-1 തകർക്കപ്പെട്ടെന്ന് വെളിപാടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പടിപടിയായിട്ട്. എന്നാൽ അവസാന കാലഘട്ടം വരുമ്പോൾ അതെന്താണ്? 2034 ഫെബ്രുവരി 15 തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ദഹിച്ചു പോകും. ഭൂവാസികളെ മുഴുവനും, ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യർ, അത് നമ്മൾ ഇത് പാതാളത്തിലേക്ക് തുരന്നിറങ്ങിപ്പോയി അതിന് വേണ്ടി താമസിക്കും. ഇപ്പോൾ നമുക്കറിയാം, റഷ്യൻ രാഷ്ട്രം വ്ളാഡിമിർ പുടിന് ഭൂമിക്കടിയിൽ അവിടെ എവിടെയോ ഒരു രാജ്യത്ത് ഭൂമിക്കടിയിൽ നഗരം തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് സുഖമായിട്ട് ജീവിക്കണം, വർഷങ്ങളോളം സുഖമായിട്ട് ജീവിക്കാം. അതിനകത്ത് എന്ത് യുദ്ധം വന്നാലും, ആണയുദ്ധം വന്നാലും പുള്ളിയെ തൊടില്ല എന്ന് പറഞ്ഞു. ഓരോ ലോകരാഷ്ട്രങ്ങൾക്കും അതിൻ്റെ ഭരണകൂടങ്ങളുടെ താഴെ, അല്ലെങ്കിൽ അവർ രഹസ്യമായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്തിന് താഴെ രഹസ്യ അറകളും സങ്കേതങ്ങളുമുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, ഭൂമി മുഴുവൻ ദഹിച്ചു പോകും എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചൂട്, ഇതിൻ്റെ ഭൂമിക്കടിയിൽ എത്ര AC ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും പ്രിയപ്പെട്ട, ഭൂമിക്ക് മുകളിൽ ഇനി 100 വർഷം തിന്നാനുള്ള ഭക്ഷണവുമായിട്ടാണ് അവരടുത്ത് പോയിരിക്കുന്നെങ്കിലും ഒരു രക്ഷയില്ല. ഇത് ദഹിച്ചു പോകുമ്പോൾ മൊത്തമായിട്ട് ദഹിച്ചു പോകും. അപ്പോൾ കർത്താവ് പറയുന്നത് ഭൂവാസികളെ മുഴുവനും. അപ്പോൾ ഇത് ഭൂമിയുടെ ഏത് ഭാഗത്ത്, ഉള്ളറയിലായാലും ഇനി ചന്ദ്രനിൽ പോയി താമസിച്ചാലും അവിടെയും കൊണ്ട് അണുവായുധങ്ങൾ വെക്കുകയും ബഹിരാകാശത്ത് വെച്ച് ആണവായുധങ്ങൾ പൊട്ടുകയും ചെയ്യുമ്പോൾ ചന്ദ്രനിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്കും അവിടെ ജീവിക്കാൻ ചന്ദ്രൻ തീയായിട്ട് മാറും. അതിന് ബഹിരാകാശ ചൊവ്വാഗ്രഹത്തിലേക്ക് കൊണ്ടുവച്ചാലോ അവിടെ കൊണ്ടുവച്ചാലും ബഹിരാകാശത്ത് ആണവസ്ഫോടനം നടക്കുമ്പോൾ ഒരു ഗ്രഹങ്ങളും അവർക്ക് നൽകും. പ്രപഞ്ചം എന്ന അക്ഷീരപദം എന്നേക്കുമാണ്. ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും അവിടെയാണ് പൂർണ്ണമായി. അപ്പം ഭൂമിക്ക് മുകളിലോ ഭൂമിക്ക് മുകളിലോ കടലിനടിയിലോ അല്ലെങ്കിൽ ചന്ദ്രനിലോ ചൊവ്വയിലോ പോയിരുന്നാലും ഭൂവാസികളെ മുഴുവൻ, ഭൂമിയിൽ വസിക്കുന്നവരായാലും ബഹിരാകാശത്ത് വസിക്കുന്നവരായാലും പൂർണ്ണമായും പെട്ടെന്ന് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പ്രിയപ്പെട്ടവരെ എന്താണ് പെട്ടെന്ന് പറഞ്ഞൊരു വീഡിയോ പുറകെ കിടപ്പുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അതിനകത്ത് എന്താണ് പെട്ടെന്ന് വ്യക്തമായിട്ട്, പെട്ടെന്നുള്ള വാക്കിന് വലിയ അർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പെട്ടെന്ന് സംഭവിക്കുന്നതല്ല, അത് പടിപടിയായി സംഭവിക്കുന്ന സംഭവം അവസാനം വരുമ്പോൾ അത് വളരെ വേഗത്തിൽ പൂർണ്ണമായും ശൂന്യമാകുന്ന അവസ്ഥയിൽ ഉന്മൂലനം ചെയ്യും. ഓരോ വാക്കിനും ദൈവമായ കർത്താവ് അർത്ഥമാക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ, വലിയ രഹസ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ. ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉന്മ എന്ന് പറയുന്നതാണ് ഉത്ഭവം, തുടക്കം. മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് കുഴച്ച് ഉണ്ടാക്കിയ ഒരു മൺപ്രതിമയായിരുന്നു. അവിടുത്തെ കർത്താവിൻ്റെ ജീവശ്വാസം പകർന്നപ്പോൾ മനുഷ്യനായി രൂപാന്തരപ്പെട്ടെന്നും നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു. കാരണം അത് ശരിയാണ്. നമ്മൾ വിശ്വസിക്കുന്നത് തന്നെ നമ്മൾ വീണ്ടും മരിച്ച് മണ്ണിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മരിച്ചു, മണ്ണായി തീർന്നു. അപ്പോൾ മണ്ണിൽ ജനിച്ചു, മണ്ണിലേക്ക് പോകുന്നു. അതിനകത്ത് ആത്മാവ് എന്ന സത്യം സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അത് ശരി തന്നെയാണ്. പക്ഷേ അതിനകത്ത് കഥാപാത്രം ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉന്മ എന്ന് പറഞ്ഞാൽ തുടക്കം, മൂലനം ചെയ്യുക എന്ന് മൂലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ വേര്, അത് ആ വസ്തുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയും. ഒരു വൃക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മൂലമാണ്. മൂലം എന്ന് പറയുന്നത് വേരെന്നാണ് അർത്ഥം. അപ്പോൾ ഈ വേര് നിൽക്കുന്ന എവിടെയാണ്? ഉണ്മയിലാണ്. ഉണ്മയിൽ എന്ന് പറഞ്ഞാൽ ഉത്ഭവത്തിൽ പറഞ്ഞാൽ മണ്ണിൽ നിൽക്കുന്ന മൂലം എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മണ്ണ്, അടിസ്ഥാനമായിട്ട് മണ്ണ് എന്ന സാധനം എന്തായി മാറും?
മണ്ണ് പൂർണ്ണമായും ദഹിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അസഹിഷ്ണുവായ അവിടുത്തെ ക്രോധത്തിൻ്റെ അഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോകും. അപ്പോൾ ഭൂമിയിൽ ദഹിക്കുമ്പോൾ ഭൂവാസിലെ മുഴുവൻ പൂർണ്ണമായും പെട്ടെന്ന് നമ്മൾ ഉന്മൂലിച്ചു. മണ്ണ് ദഹിച്ചു പോയി കഴിഞ്ഞാൽ മണ്ണ് എന്തായി മാറും? തീജ്വാലയായി മാറും. ആണവ അഗ്നിയുടെ ചൂടിൽ അത് 20,000 30,000 എത്ര ഡിഗ്രിയാണോ അത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. അത് ശാസ്ത്രജ്ഞന്മാർക്കറിയാം എത്ര ഡിഗ്രി ചൂടാണ് വരുന്നത്. ആ ചൂട്, അതാണ് പാതാളം. എന്നേക്കും ഒരു പാതാളമായി ഭൂമി നിലനിൽക്കും. അതാണ് പാതാളം. ഈ പാതാളത്തിലേക്ക് ഈ വരുന്ന കാലഘട്ടങ്ങൾ, ഇത് പറഞ്ഞു പൂർത്തിയാകുന്ന ആ ഡേറ്റ് പ്രകാരം ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈ തീയുടെ ചൂടിലേക്ക്, ഈ അഗ്നിയിലേക്ക്, ഈ അഗ്നികുണ്ഡത്തിലേക്ക്, ഈ പാതാളത്തിലേക്ക് നാം മാറ്റപ്പെടുന്ന അവസ്ഥ എത്രയോ ചിന്തനീയം. ഇപ്പോൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യൻ്റെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളും 5 ഇന്ദ്രിയങ്ങൾ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഏതാണ് 10 കന്യകമാർ റൂമിൽ ഈശോ പറയുന്നുണ്ട്, അവർ മണവാളൻ വരുന്നു എന്ന് ആർപ്പുകയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാം ഉണർന്ന് അവർ പാത്രങ്ങളിൽ ഉണ്ടായിരുന്ന എണ്ണയിൽ വിളക്കുകൾ കത്തിച്ചു. വിളക്ക് കത്തിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എണ്ണയുണ്ടെങ്കിലേ വിളക്ക് കത്തുള്ളൂ. വിളക്ക് കത്തുമ്പോൾ എന്താണ്? അതിൽ അഗ്നിയുണ്ട്. അപ്പോൾ ആ അഗ്നിയായി എന്ന് പറഞ്ഞ മനുഷ്യൻ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ ആ 5 കന്യകമാർ പരിശുദ്ധിയോടെ അഗ്നിരൂപം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് കർത്താവ് എഴുതി വെച്ച ആ വചനത്തിൻ്റെ ആഴം നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട, നമ്മൾ പോയില്ലെങ്കിൽ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, നാം ഇവിടുന്ന് എടുക്കപ്പെട്ടില്ലെങ്കിൽ നമ്മളിൽ സംഭവിക്കുന്ന ഭയാനകത നിങ്ങൾ ഊഹിച്ചാൽ മതി, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പ്രിയപ്പെട്ട. അതിൻ്റെ ബാക്കിയൊന്നും ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടത് യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തുടക്കം എവിടെയാണ്? അലക്സ പള്ളിയാണ്. അതുകൊണ്ടാണ് ഞാൻ അലക്സ പള്ളി ഒരു അണുബോംബ് എന്ന് പറഞ്ഞത്. അവിടുത്തെ തൊട്ടാൽ അണുബോംബുകൾ പൊട്ടുന്ന പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആണവ സ്ഫോടനം ഉണ്ടാകും. അതോടെ യുദ്ധങ്ങൾ ആരംഭിക്കും. ആ യുദ്ധം അതിന് പടിപടിയായി പോയി ലോകത്തിൻ്റെ യുഗാന്ത്യത്തിലേക്ക് പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം വ്യക്തമായിട്ട് സംസാരിച്ചത്. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, ഈ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10,000ങ്ങളിലേക്ക് അയച്ചു കൊടുത്ത് സുവിശേഷത്തിൽ പങ്കാളികളാകണമേ. നിങ്ങൾ മാത്രം കേട്ടിട്ട് അടച്ചു വെക്കരുതേ. ഇതാ യേശുവിൻ്റെ 2ാമത്തെ വരവ് ഇന്ന രീതിയിലാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് 100 പേർക്ക് 1000 പേർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് സുവിശേഷത്തിൽ പങ്കാളികളാകണം. നമ്മളിത് മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് ഒരുങ്ങണം. അവിടെ വീണ്ടും ഞാൻ പറഞ്ഞ പല ക്ലാസ്സിലും പറയുന്ന വചനമാണെങ്കിലും പ്രിയപ്പെട്ട ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഗ്രഹിക്കാൻ വേണ്ടി പറയുകയാണ്. വെളിപാട് 22:14 സുവിശേഷത്തിൽ ശ്രാപയോഹന്നാൻ വന്നിട്ട് പറഞ്ഞത് എന്താണ്? മാനസാന്തരപ്പെടുവിൻ അണലി സന്താനങ്ങളെ, നിങ്ങൾ വരാനിരിക്കുന്ന ആസന്നമായ കോപത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങളോട് കൽപ്പിച്ചതാര്? ഞങ്ങൾക്ക് അബ്രാഹമുണ്ട്, ഈ കല്ലുകളിൽ നിന്ന് ഞങ്ങൾക്ക് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അഹങ്കരിക്കേണ്ട. എന്നാൽ ഈ കല്ലുകളിൽ നിന്നും അബ്രാഹത്തിന് സന്താനങ്ങൾ ഉൽപ്പാദിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഞങ്ങൾ അബ്രാഹമുണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഇവിടെ മാനസാന്തരമല്ല ആവശ്യം, പശ്ചാത്താപമല്ല ആവശ്യം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വെളിപാട് 22:14 കർത്താവ് പറഞ്ഞു വെച്ച വചനം ഒന്നുകൂടി എടുത്തു പറയാണ്. ജീവന്റെ വൃക്ഷത്തിൽ അവകാശം ലഭിക്കാനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ ഭാഗ്യം നമ്മൾ ഓർത്തണം. ആ നിത്യജീവൻ, നിത്യത തരുന്ന സ്ഥലത്തേക്കുള്ള മാറ്റപ്പെടൽ, നിത്യതയിലേക്കുള്ള പ്രവേശിക്കൽ, അങ്കികൾ കഴുകി വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങളും ഒരശുദ്ധിയും തൊടാതെ ഈ ലോകത്തിലെ ജഡമോഹത്തിൻ്റെ മൊബൈൽ ഫോണുകൾ മറ്റും തുടങ്ങിയ എല്ലാ കണ്ണുകൾ എന്തൊക്കെ കാണുന്നു അതെല്ലാം യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടതല്ലാതെ ഉള്ള എന്ത് കാഴ്ചകളും, അത് വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ആ പുസ്തകം വായിക്കാം. അതല്ലാതെ മറ്റൊന്നും ആധുനിക ലോകത്തിൻ്റെ ഒരു ചെളിക്കുഴിയിലേക്കും കണ്ണിനെ, കാതിനെ, മനസ്സിനെ, മൂക്കിനെ, അധരത്തെ, ശരീരത്തെ, ത്വക്കിനെ വിട്ടു കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. കൊടുത്താൽ ഇതാ ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറയാൻ കാരണം, ഈ നിത്യ പാതാളത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന എത്ര ജനകോടികളാണ് ഈ ലോകത്തുള്ളത്. അത് നമ്മൾ ഓർത്തുകൊണ്ട് വേണം നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുക. ഈ ക്ലാസ് കേട്ട് പ്രിയപ്പെട്ട നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഈശോയെ, അങ്ങനെയാണെങ്കിൽ എത്ര പേര് ഈ പാതാളത്തിലേക്ക് മാറ്റപ്പെടും കർത്താവേ എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ പരിപൂർണത എങ്ങനെയായിരിക്കും അതാണ് വ്യക്തമായിട്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു ക്ലാസ് ആർക്കും തരാൻ പറ്റും എനിക്ക് തോന്നില്ല. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, ഇത് എനിക്ക് കിട്ടി ജ്ഞാനത്തിൻ്റെ പരിപൂർണത നിങ്ങളോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം പടിപടി എന്തെല്ലാം സംഭവിക്കുന്നു, ലോകത്ത് എന്തെല്ലാം മെഷീനറികൾ, എന്തെല്ലാം നിർമ്മാണ വസ്തുക്കൾ കർത്താവ് നിർമ്മിച്ചു, ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്, അതെപ്രകാരമാണ് യുദ്ധമായിട്ട് പോകുന്നത്, എപ്രകാരമാണ് ലോകം അവസാനിക്കുന്നുള്ളവരെ വ്യക്തമായ സംക്ഷിപ്ത വിവരണത്തിലൂടെ നിങ്ങളെ ഒരുക്കുകയാണ്. ഇത് 10,000ങ്ങളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം, 10,000ങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പ്രോത്സാഹിപ്പിക്കണം പ്രിയപ്പെട്ടവരെ.
ഞാൻ ഇതിനൊക്കെ മുടക്കുന്ന പൈസ സ്വന്തം കയ്യിൽ നിന്ന് മുടക്കിയാണ്. നിങ്ങളാൽ കഴിയുന്ന ധനസഹായമൊക്കെ കഴിയുമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തുകൊണ്ട് സഹായിക്കാൻ നിങ്ങൾക്ക് സുവിശേഷം കൊടുക്കുവാൻ. കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പോയി കഴിഞ്ഞാൽ സുവിശേഷം നിന്നു പോകും. എന്നാൽ കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ധനസഹായം ചെയ്യുക. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി പ്രിയപ്പെട്ടെ, നിർബന്ധിക്കില്ല. കാരണം ഇത് നിന്നു പോകാതെ സുവിശേഷം ഇനി എങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ 666 എന്ന സംഖ്യയുടെ പ്രശ്നങ്ങൾ വരുന്നു. ലോക യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭക്ഷണം മറ്റ് സാധനങ്ങൾ അപ്രത്യക്ഷമാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണ് നമ്മൾ പിടിച്ചിരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, എങ്ങനെയുള്ളവരാണ് കർത്താവ് സംരക്ഷിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ പുറകെ വരാൻ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനാൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ രക്ഷിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം നമുക്ക് ചുറ്റും കോട്ടയായിട്ട് നിൽക്കട്ടെ. ഒരശുദ്ധിയും നിന്നെ തൊടാതെ, ഒരു ദുരാത്മാവും നിന്നെ തൊടാതെ കർത്താവിൻ്റെ തിരുത്ത കോട്ട നമുക്ക് ചുറ്റുമുണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും ചെവിയിലും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ കത്തോലിക്ക സഭയിലെ കൂദാശകളിൽ ആഴത്തിൽ പ്രവേശിക്കണം. ഉപസാരത്തിലും കുർബാനയിലും ആരാധനയിലും തിരുവചന ശ്രവണത്തിലും നമ്മൾ ഇതിൻ്റെ ധ്യാനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ സഭയുടെ കൂദാശകൾ ആഴപ്പെട്ട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ശുശ്രൂഷിക്കുകയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ഒരുങ്ങിക്കോ പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം എത്തിക്കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. അതിനുശേഷം നമ്മുടെ മേൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, നമ്മൾ പകച്ചു പോകും. ലോകമാഗോള യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. ഒറ്റ സെക്കൻഡിൽ ലോകത്തിലെ വിമാന സർവീസിൽ നിന്ന് പോകും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിദേശത്ത് പോയിരിക്കുന്ന ആർക്കും തിരിച്ചു വരാൻ പറ്റാതെ എന്നേക്കുമായിട്ട് നമ്മൾ അവരെ നഷ്ടപ്പെടും. അവർക്ക് നമ്മളെ നഷ്ടപ്പെടും, നമുക്ക് അവരെ നഷ്ടപ്പെടും. പിന്നീടുള്ള ദുരന്തങ്ങൾ, വേദനകൾ അത് നമുക്ക് അവർണ്ണനീയമാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇതിനെ ഇടപെടണം. യേശു ക്രിസ്തുവിനോട് ചേർന്ന് അതിന് വെളിപാട് 3:10 സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടായിരിക്കുന്ന കഷ്ടങ്ങളുടെ സമയത്ത് നിന്നെ ഞാൻ സംരക്ഷിക്കും, നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നല്ല വന്നിരിക്കുന്നത്, നിന്നെ നാളെ വരിക. അത് നിങ്ങളെ മാറ്റുവാൻ തക്കവിധം പരിശുദ്ധമായ ശക്തിക്ക് വേണ്ടി ആരാധന, വചന ശ്രവണം, ധ്യാനങ്ങൾ, കുർബാനകൾ, കുംഭസാരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ആരാധനകൾ, വചന വായന ഇതെല്ലാം ശക്തിപ്പെടുത്തി ഒരുമിച്ച് തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകാൻ സമയമായി. ഇത് അതിക്രമിച്ചു കഴിഞ്ഞു. ഒരു 10 വർഷം മുമ്പെങ്കിലും യേശുവിൻ്റെ വരനിട്ട് ഒരുങ്ങേണ്ടതായിരുന്നു പ്രിയപ്പെട്ടവരെ. അതിനാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തു 2ാം വരവിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് ഒരുങ്ങാൻ ഇടവരുത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിനെ കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.